നല്ല ഗ്യാസുണ്ട്, തുറക്കാൻ പറ്റൂല. കൈ എൻ്റെ ഊരി തെറിപ്പിക്കുന്ന എൻ്റെ കൈ. എല്ലാ മച്ചാന്മാർക്കും മിസ്റ്റർ മേസ്ത്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇന്ന് കുംബൂച്ച എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കുംബൂച്ച കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് കുംബൂച്ച എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോബയോട്ടിക് ഡ്രിങ്കാണ്, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ഡൈജഷനൊക്കെ കറക്റ്റ് നടക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ഡ്രിങ്കാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് തേയില വെള്ളവും പഞ്ചസാരയും കൂടെ ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഡ്രിങ്കാണ് ഈ കുംബൂച്ച എന്ന് പറയുന്നത്. പക്ഷേ അതങ്ങനെ പറയുമ്പോൾ ഈസി ആണെന്നുള്ളത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് ഈ സ്കോബി എന്ന് പറയുന്ന ഒരു പാടയുണ്ട്, ബാക്ടീരിയ അടങ്ങിയ ഒരു പാടയുണ്ട്. ആ പാട ഇട്ട് വച്ചാലാണ്, ഈ തേയിലവെള്ളത്തിലിട്ട് വച്ചാലാണ് ഈ കുംബൂച്ച എന്ന് പറയുന്ന ഡ്രിങ്ക് ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ധാരാളം ആവശ്യം പോലെ കുംബൂച്ച ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം, ഒരുപാട് കൂടുതൽ ചേർക്കണ്ട, തീരെ കുറയ്ക്കുകയും ചെയ്യരുത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇടുന്ന ഇലത്തേയിലയാണ്, ഇഷ്ടമുള്ള തേയില എടുക്കാം. പിന്നെ ഓരോരുത്തർക്ക് കടുപ്പത്തിനനുസരിച്ച് വേണമെങ്കിലും ചേർക്കാം. ഞാൻ എന്തായാലും നല്ല രീതിയിൽ കടുപ്പം ചേർക്കരുത്, ലൈറ്റായിട്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഇളകി കൊടുക്കാം. അപ്പോൾ സംഭവം നമ്മുടെ തേയില വെള്ളം തന്നെയാണ്, വേറെ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ തേയില വെള്ളം എങ്ങനെയാണ് ഇടുന്നത് അതേ രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ തേയില വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കത് അരിച്ചെടുക്കാം. അപ്പോൾ തേയിലുള്ള നല്ല ചൂടാണ്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ചൂടാറാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സാക്ഷാൽ നമ്മളെ കുംബുച്ച ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുംബുച്ച എന്തായാലും കയ്യിൽ വേണം. നമുക്ക് സ്കോബി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കുംബുച്ച വെച്ച് തന്നെ ആവശ്യം പോലെ കുംബുച്ച ഉണ്ടാക്കാം. എന്തായാലും ബാക്ടീരിയ ഈ കുംബുച്ചയിലുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേയിലുള്ള തണുത്ത തേയിലുള്ള തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ. തേയിലുള്ള ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സംഭവം പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു കോട്ടൺ തുണിയുണ്ട്, നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയുണ്ട്. നമുക്കിത് മൂടി വെച്ചേക്കാം. അപ്പോൾ സംഭവം പരിപാടി ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു 3 ആഴ്ച തൊട്ട് 4 ആഴ്ച വരെ ഇരിക്കണം. അപ്പോഴത്തേക്ക് ഇതിനകത്ത് പുതിയൊരു സ്കോബി ഉണ്ടായിട്ട് വരും. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ളത് കുംബൂച്ചയായിട്ട് മാറും, നമുക്കൊരു സ്കോബിയും കൂടെ കിട്ടും. അപ്പോൾ നമുക്കൊരു 4 ആഴ്ച വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുംബൂച്ച റെഡിയാക്കാൻ വെച്ചിട്ട് ഇപ്പോഴത്തേക്ക് 3 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നതാ, ഇതാണ് സ്കോബി എന്ന് പറയുന്ന പാട. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. അപ്പോൾ നമുക്കിനി സ്കോബി ഇതിൽ നിന്ന് എടുക്കണം. അപ്പോൾ നല്ല വൃത്തിയായിരിക്കണം, എന്നിട്ട് മാത്രമേ സ്കോബി കൈ കൊണ്ട് തൊടാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോബി. സംഭവം ഇത് ഫുള്ള് ബാക്ടീരിയയാണ്. അപ്പോൾ നമുക്കിനി സ്കോബി സൂക്ഷിച്ച് വയ്ക്കണം. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ബൗളിലോട്ട് സ്കോബി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കുംബുച്ച ഒഴിച്ച് നമുക്ക് ഈ സ്കോബി കേടുകൂടാതെ വയ്ക്കാം. അപ്പോൾ സ്കോബി എപ്പോഴും നമ്മൾ മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് അത് കേടുകൂടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അല്പം കുംബുച്ചയും കൂടെ ഒഴിച്ച് വെച്ചേക്കണം. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള കുംബുച്ചയാണ്. ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് കാർബണേറ്റഡ് ചെയ്യുന്നതെന്നുള്ളതാണ്, അതായത് ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കി എടുക്കുന്നതെന്നുള്ളതാണ് ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയാണ്, അതായത് എയർ ഒട്ടും പുറത്ത് പോകാത്ത രീതിയിലുള്ള കുപ്പി, അതായത് ഇതേപോലെ വാഷറുള്ള കുപ്പി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 5-6 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുംബുച്ച ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതായി ഇഞ്ചി ഇട്ട് കുംബുച്ച ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 2-3 ദിവസം വച്ചേക്കാം. അപ്പോൾ ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ് ഇത് കാർബണേറ്റഡ് ഡ്രിങ്ക് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ കുംബുച്ച കാർബണേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇന്നേക്ക് 2 ദിവസമായിട്ടുണ്ട്. പാത്രത്തിൻ്റെ മേലിലാണ് കുംബുച്ച എടുത്ത് വച്ചിരിക്കുന്നത്. ചിലപ്പം നല്ല രീതിയിൽ ഗ്യാസ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പതഞ്ഞ് പുറത്ത് കളയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ആയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ അറിയാം പതഞ്ഞ് പൊങ്ങുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ പതഞ്ഞ് പൊങ്ങുന്നൊരു വീഡിയോ കാണിച്ചല്ലോ, അത് മറ്റൊരു രീതിയിൽ ഫെർമെൻറ്റ് ചെയ്യാൻ വച്ചിരുന്നതാണ്, അല്ലാതെ ഉടായ്പ് കാണിച്ചതൊന്നുമല്ല. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും.
അപ്പോൾ നമ്മളെ കാർബണേറ്റഡ് ചെയ്ത കുംബുച്ച റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് 2 ദിവസമാണ് വച്ചത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഗ്യാസ് അങ്ങോട്ട് ഫോം ചെയ്തിട്ടില്ല. നമ്മുടെ സാധാ സോഡയിലൊക്കെ ഉള്ള ഗ്യാസ് ഇതിനകത്തായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇഞ്ചിയൊക്കെ വന്നു. സംഭവം നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനിത് കാർബണേറ്റഡ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ഒരു 5-6 കഷ്ണം ഇഞ്ചി ഈ കുംബുച്ചയിൽ ഇട്ട് വയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ആയിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പുതിയ കുംബുച്ച എടുത്തിട്ട് അതിനകത്ത് ഇഞ്ചിയും നമ്മുടെ പുതിനയും കൂടെ ചതച്ച് ചേർത്ത് ഒരു 2 ദിവസം വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ മധുരമുണ്ട്. ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.